എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിന് കീഴിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആകാം. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. CSIR നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് ബാംഗ്ലൂരു ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് 20 തസ്തിക വരുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജനറലാണ്. 9 വേക്കൻസി ഉണ്ട്. അൺറിസർവ്ഡ് 5, OBC 1, SC 2, ST 1. അടുത്ത പോസ്റ്റ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് S&P ആണ്. വേക്കൻസി 5 ആണ്. അൺറിസർവ്ഡ് 3, OBC 1, SC 1. അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് F&A ആണ്. 7 വേക്കൻസിയാണുള്ളത്. അൺറിസർവ്ഡ് 3, OBC 1, EWS 1, SC 2. ഈ 3 പോസ്റ്റുകളിലേക്കും പ്രായപരിധി വരുന്നത് 28 വയസ്സ് വരെയാണ്. ശമ്പളം ലഭിക്കുന്നത് 19,900 മുതൽ 63,200 വരെയാണ്. എല്ലാ അലവൻസും കൂടെ ചേർത്ത് പെർ മന്ത് 39,000 രൂപ ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻ യൂസിങ് കമ്പ്യൂട്ടർ ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് നോംസ് ഫിക്സ്ഡ് ബൈ DOPT ഫ്രം ടൈം ടു ടൈം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ നോളജ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. വേക്കൻസി 5 ആണ്. അൺറിസർവ്ഡ് 3, SC 1, ST 1. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. ശമ്പളം ലഭിക്കുന്നത് 25,500 മുതൽ 81,100 വരെയാണ്. പെർ മന്ത് അപ്രോക്സിമേറ്റ്ലി 49,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. +2 കൂടാതെ പ്രൊഫിഷ്യൻസി ഇൻ സ്റ്റെനോഗ്രഫി ആണ് വേണ്ടത്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 4 തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ശമ്പളം കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതാണ്. DA, HRA, TA പോലുള്ള എല്ലാ അലവൻസും ലഭിക്കുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നവർക്ക് ആദ്യം പോസ്റ്റിംഗ് വരുന്നത് ബാംഗ്ലൂരായിരിക്കും. പിന്നീട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ്. ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും സ്റ്റെനോഗ്രാഫി ടെസ്റ്റിൻ്റെയും മീഡിയം വരുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആപ്ലിക്കേഷനകത്ത് ഓപ്ഷൻ കൊടുക്കാനായിട്ട് മറക്കരുത്. സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 2 വർഷം പ്രൊബേഷൻ ഉണ്ടായിരിക്കും. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. നിങ്ങൾ SC ST OBC EWS കാറ്റഗറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നുണ്ട്. ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2 പേപ്പറാണ് വരുന്നത്. OMR ബേസ്ഡ് എക്സാം ആണ്. എക്സാം സ്റ്റാൻഡേർഡ് വരുന്നത് +2 ലെവലാണ്. പേപ്പർ 1 എക്സാമിൻ്റെ സബ്ജക്റ്റ് വരുന്നത് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ്. 200 മാർക്കിനാണ് എക്സാം ഉള്ളത്. നെഗറ്റീവ് മാർക്കില്ല. അതിൽ ഇൻക്ലൂഡ് ആവുന്നത് ജനറൽ ഇൻ്റലിജൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, സിറ്റുവേഷണൽ ജഡ്ജ്മെൻ്റ് ആണ്. പേപ്പർ 2 വരുന്നത് ജനറൽ അവയർനെസ് 150 മാർക്കിന്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 150 മാർക്കിനാണ്. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിലെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. 1 മിനിറ്റിൽ 35 ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ഇനി ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണെങ്കിൽ എക്സാം ഉണ്ട്. +2 ലെവൽ എക്സാമാണ് വരുന്നത്. 1 പേപ്പറാണുള്ളത്. സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്, ജനറൽ അവയർനെസ് 50 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 മാർക്ക്. അത് കഴിഞ്ഞിട്ട് സ്റ്റെനോഗ്രാഫിയുടെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് www.nal.res.in ആണ്. നിങ്ങൾക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ
അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ എല്ലാ റെലവൻറ്റ് സർട്ടിഫിക്കറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST കാറ്റഗറി, PWD കാറ്റഗറി അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും SBI കളക്റ്റിൻ്റെ റെസീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതേ ഓർഡറിൽ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഒരു സിംഗിൾ PDF ആക്കി വേണം അപ്ലോഡ് ചെയ്യാൻ. PDFൻ്റെ സൈസ് 5 MB താഴെയായിരിക്കണം. എന്തൊക്കെയാണെന്നും ഓർഡറും നോക്കാം. ആദ്യത്തേത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇതേതെങ്കിലുമാണ് വെക്കേണ്ടത്. അടുത്തത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഡിപ്ലോമയുടെ ഒക്കെ തന്നെ സർട്ടിഫിക്കറ്റ്സും മാർക്ക് ഷീറ്റും. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ SBI കളക്റ്റിൻ്റെ റെസീറ്റ് അപ്ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ID കാർഡ്, ആധാർ, പാൻ കാർഡ് പോലുള്ള ID കാർഡ് അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എനി ഹയർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഓർഡറിലാണ് നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. എല്ലാ സർട്ടിഫിക്കറ്റും ഒരു സിംഗിൾ PDF ആക്കി വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത്. ആ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പ്രൊഫഷണൽ ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന CSIR NAL +2 ഉള്ളവർക്ക് സ്ഥിരജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് 20 ആണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.